ഹിന്ദു ഐക്യവേദി പ്രതിനിധി ആർ.വി. ബാബു നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ആർ.വി. ബാബു, കുറേ സംശയങ്ങൾ, കാരണം ഓരോ നിമിഷവും ഓരോ വെളിപ്പെടുത്തലുകൾ, ഓരോ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും പല കാര്യങ്ങളിലും ഒരു വ്യക്തതയില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്ന 2 ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളിൽ വളരെ ക്ലിയർ ആണ്. 2019 മാർച്ചിലെടുത്ത ചിത്രങ്ങളാണിത്. ആ ചിത്രങ്ങളിൽ ദ്വാരപാലക ശില്പങ്ങൾ, അത് സ്വർണ്ണപ്പാളി തന്നെയാണ്, അത് ചെമ്പല്ല. ആ ചിത്രങ്ങൾ കണ്ടാൽ അത്രയും പ്രഭയോടുകൂടി നിൽക്കുന്ന ആ സ്വർണ്ണത്തെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ 2019 മാർച്ചിൽ നിന്ന് അത് ജൂലൈയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അത് ചെമ്പാകുന്നത്? ആരാണ് അത് സ്വർണം ചെമ്പാക്കിയത്? ഈ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട കാര്യങ്ങൾ, മാതൃഭൂമി തുടക്കം മുതൽ ആ കാര്യത്തിൽ വളരെ ശക്തമായിട്ട് ആ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് സ്വർണം തന്നെയായിരുന്നു എന്നുള്ളതിന് ഉപോത്ബലകമായിട്ട് 1998 വാർത്തകൾ വരെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ അന്നു മുതൽ പറയുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും ഞാൻ പറയുന്നത്. ഈ സ്വർണം പൂശിയ ആളുകളും പറയുന്നു സ്വർണം തന്നെയാണ്. വിജയ് മല്യയുടെ കമ്പനിയുടെ ഈ വിഷയത്തിലെ വിദഗ്ധനായിട്ടുള്ള സെന്തിൽനാഥ് പുറപ്പെടുവിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായവും നമ്മൾ കണ്ടതാണ്. അപ്പോ ഇത് എന്ത് പറഞ്ഞാലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും ഭരണാധികാരികളും എടുത്തിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് സ്വർണമായിരുന്നോ ചെമ്പായിരുന്നോ എന്ന ഒരു ആശയക്കുഴപ്പം ഭക്തന്മാരിൽ സൃഷ്ടിക്കുക, ജനങ്ങളിൽ സൃഷ്ടിക്കുക. അതൊരു ആസൂത്രിതമായ നീക്കമാണ്. എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. 2019 വരെ, അല്ലെങ്കിൽ ഈ പറയുന്ന 998 വിജയ് മല്യ 30.5 കിലോ സ്വർണം ഉപയോഗിച്ചിരുന്നു. അതേപോലെ പാളികൾക്ക് വേണ്ടി 5 കിലോ സ്വർണം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് സംബന്ധിച്ചൊക്കെ ജനങ്ങൾക്ക് സംശയമില്ല. പക്ഷേ ഇത് ആസൂത്രിതമായിട്ട് അത് അങ്ങനെയല്ല, കൊണ്ടുപോയത് ചെമ്പ് തന്നെയാണ്, സ്വർണം പൂശിയിട്ടില്ല. ഇത്തരത്തിലുള്ള ആസൂത്രിതമായ ഒരു പ്രചരണം സൃഷ്ടിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന, കബളിപ്പിക്കുന്ന ഒരു നയം ദേവസ്വം ബോർഡും അതിന് സർക്കാരും ഒത്താശ ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇത് അങ്ങേയറ്റം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു നിൽക്കുന്നത് എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ അറ്റകുറ്റപ്പണിക്കായി ദേവസ്വം ബോർഡ് കൊടുത്ത ഒരു കത്തുണ്ട്, ഒരു അനുമതി പത്രമുണ്ട്. അതിൽ പറയുന്നു കോപ്പർ പ്ലേറ്റ്സ് ആണെന്ന്. അതാണിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതിരോധം. അപ്പൊ ദേവസ്വം ബോർഡ് തന്നെ സമ്മതിക്കുകയാണ് ഇത് ചെമ്പ് പാളികളാണെന്ന്. പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിക്കുന്നു. പക്ഷേ ഈ ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ വിജയ് മല്യയുടെ പ്രതിനിധികൾ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ തെളിവുകളായുണ്ട്. 2019 മാർച്ചിൽ വരെ സ്വർണ്ണപ്പാളികളാണ്. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഈ 4 മാസം കൊണ്ട് അതെങ്ങനെ ചെമ്പാവും? അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ തക്ക രീതിയിൽ സാഹചര്യം ഒരുക്കി കൊടുത്തത് ദേവസ്വം ബോർഡാണല്ലോ. ദേവസ്വം ബോർഡിന്റെ മകസറിൽ ഇത് ചെമ്പാണ് എന്ന് എഴുതി വയ്ക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിയമത്തിന്റെ മുൻപിൽ താൻ കൊണ്ടുപോയത് ചെമ്പാണ് എന്ന് പറഞ്ഞ് സമർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം ആസൂത്രിതമായി ദേവസ്വം ബോർഡ്. അതുകൊണ്ടാണ് ഇത് ദേവസ്വം ബോർഡും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് എന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് കേവലം ഒരു വ്യക്തിയല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ വളരെ വലിയൊരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള മാഫിയ സംഘം, ദേവസ്വം ബോർഡ് ഭരണസമിതി അടക്കമുള്ള ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് ശ്രീ ആർ.വി. ബാബു സംസാരിച്ചതിന്